തെങ്ങിൻ്റെ മുകളിൽ ദിവസവും കയറി തെങ്ങ് ചെത്തി 3 പ്രാവശ്യം കയറി ചെത്തി ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അധ്വാനമാണ്. എന്നാൽ റോബോട്ടിക് സാങ്കേതിക വിദ്യയും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് 3 നേരവും അങ്ങനെ കയറണ്ടാത്ത തരത്തിൽ തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കാവുന്ന ഒരു ചെറിയ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ ഒന്നാമതെത്താവുന്ന ഒരു ഊർജ്ജ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, തോറിയം. 2025 നവംബർ 1 കേരളപ്പിറവി വരുമ്പോഴേക്ക് ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമാണ് വളർച്ചയുടെ അടിസ്ഥാനമായി നാം കാണേണ്ടത്. നോളജ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഗുണപരമായ പരിവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നോളജ് സൊസൈറ്റി ആയിട്ട് കേരളം മാറണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെപ്പറ്റി വളരെ ആധികാരികമായി തന്നെ എത്രയോ പണ്ഡിതന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും മറ്റും എത്രയോ കാലമായി പഠനം നടത്തിയിട്ടുള്ളതാണ്. നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ പോലും ഈ വിഷയത്തെപ്പറ്റി വളരെയധികം പഠനം നടത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് അദ്ദേഹം അതിനെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുകയും പിന്നീട് അതൊരു കേരള എക്സ്പീരിയൻസ് എന്ന രീതിയിലേക്ക് അദ്ദേഹം അതിന് വ്യാഖ്യാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പലർക്കും ഓർമ്മയുണ്ട്, ഇത് കേരളത്തിൻ്റെ ഒരു വികസനം എന്നുള്ളത് ഒരു മത്സരബുദ്ധിയോടെ മറ്റ് ഉള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ 2013-14 കാലഘട്ടത്തിൽ മോദി കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് അധികാര കസേര നേടാൻ വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഏതാനും സാമ്പത്തിക ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് ജഗദീഷ് ഭഗവതി, അരവിന്ദ് പാണഗരിയ എന്നുള്ള പ്രത്യേകിച്ച് ഇവർ 2 പേർ കേരള മോഡലിനെതിരായി, കേരള സാമ്പത്തിക മോഡലിനെതിരായി, കേരള എക്സ്പീരിയൻസിനെതിരായി സംസാരിക്കുകയും അതിന് ബദലായി വരാവുന്ന ഒന്നാണ് ഗുജറാത്ത് മോഡൽ എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും അന്ന് അവർ നടത്തിയ ആർഗ്യുമെൻറ്റ്സ് അതൊന്നും അത്രയധികം വില പോയില്ലെങ്കിലും കേരള മോഡൽ, ആ കേരള മോഡലിന് പകരം വെക്കാൻ വേണ്ടി വേറെ ഒരു മോഡൽ നമ്മളിതാ അവതരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള സംസാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ രാഷ്ട്രീയ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരം സംഭാഷണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന് പ്രാധാന്യം കൂടുന്നത്. ബഹുമാന്യരായ മന്ത്രി, നമ്മളിവിടെ ഇരിക്കുന്ന KN ബാലഗോപാൽ, ശ്രീ VN വാസവൻ, ഡോക്ടർ R ബിന്ദു, ശ്രീ K കൃഷ്ണൻകുട്ടി എന്നിവർ ഇതിനെപ്പറ്റി വളരെയധികം ആധികാരികമായി തന്നെ പ്രത്യേകിച്ച് അവരുടെ ഓരോ മേഖലകളിലും നടക്കുന്ന വ്യത്യാസങ്ങളും അവർ നടത്തുന്ന ഭരണ പരിഷ്കാരങ്ങളെപ്പറ്റിയും സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ശ്രീ KN ബാലഗോപാലിനോടാണ്. കേരളത്തിൽ ഒരുപാട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട്. പക്ഷേ NCAR അടക്കമുള്ള തിങ്ക് ടാങ്കിൽ നിന്ന് വരുന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ആ ചോദ്യത്തോടെ നമുക്കിത് തുടക്കം കുറിക്കാം. ശ്രീ ഉല്ലേഖ് ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊരു ഡിസ്കഷനിൽ ഞങ്ങളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് ഓരോ മേഖലയെ സംബന്ധിച്ചും പറയാനായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത്. ഒന്നാമത് എന്താണ് കേരളത്തിൻ്റെ ഭാവി സംബന്ധിച്ചുള്ള നിക്ഷേപത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. നിക്ഷേപം സംബന്ധിച്ചാണ്. നിക്ഷേപത്തിനകത്ത് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളത് ശരിയല്ല. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം നല്ലതുപോലെ വരുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ
ഇന്ത്യക്കാകെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുറേയേറെ നിക്ഷേപ നടത്തിയിട്ടുള്ള വ്യവസായങ്ങളുണ്ട്. ഞാനതിനകത്ത് കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യവസായിയായിട്ടുള്ള ശ്രീ സി ബാലഗോപാൽ, അദ്ദേഹത്തിൻ്റെ പേരും ബാലഗോപാലൻ തന്നെയാണ്. അദ്ദേഹം IAS ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹം സർവീസ് വിട്ടിട്ട് ബിസിനസ് രംഗത്തേക്ക് പോയി. അദ്ദേഹമാണ് ഈ തെർമോ പെൻപോൾ എന്നൊക്കെ പറയുന്ന കമ്പനിയൊക്കെ നടത്തി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണത്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം. ശ്രീ ചിത്രയുടെ അന്ന് ബ്ലഡ് ബാഗ്സുമായിട്ട് വന്നിട്ട് ഇതൊരു കമ്പനി മാത്രമല്ല, കുറേയേറെ കമ്പനികൾ. അദ്ദേഹം ഒരു 50 കമ്പനികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, എങ്ങനെ കേരളം നന്നായി ബിസിനസ് പലതും ചെയ്യാൻ പറ്റുന്ന, പലതരം വ്യവസായങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊരു വ്യവസായ രംഗത്ത് നിൽക്കുന്ന ഒരാളെ തന്നെ ഇതിനകത്ത് ഉദാഹരിച്ചത് അവരുടെ അനുഭവത്തിൽ കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ചർച്ച വന്നിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ സ്പൈസസിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഈ ദന്തൽ പാർട്ടിക്കിൾസൊക്കെ, പല്ല് മറ്റതുമായി അനുബന്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസർ കമ്പനി കേരളത്തിലാണ്. ഇതുപോലെ ഏറ്റവും പുതിയ മേഖലയിൽ ഉള്ള വ്യവസായങ്ങളടക്കമുണ്ട്. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും ഇന്ത്യയിലുള്ളത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെൻറ് ഡാറ്റയാണ്. 5 സ്റ്റാർ റിസോർട്ട്സ് അടക്കം. അപ്പോൾ അങ്ങനെ ടൂറിസം, നമ്മുടെ പ്രകൃതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ വ്യവസായം, പ്രത്യേകിച്ച് നോളജ് എക്കോണമിയിൽ വലിയ കുതിച്ചുചാട്ടം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ നായനാർ, അദ്ദേഹത്തിൻ്റെ സമയത്താണല്ലോ ഈ നമ്മുടെ ടെക്നോ പാർക്ക് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശന സമയത്ത് അവിടെ നിന്നുണ്ടായ ഒരു ആശയത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന സ്ഥിതിയിലല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇനിയും വളരെയേറെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദശകത്തിന് 2 ദശകത്തിന് മുമ്പ് ലോകത്തെ വ്യവസായത്തിൻ്റെ മറ്റു സ്വഭാവത്തിൽ വളരെ ഹൈലി പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ധാരാളം ഉണ്ടായിരുന്നു. കേരളത്തിന് അത് പറ്റില്ല. കെമിക്കൽ വ്യവസായവും അതുപോലെ പൊല്യൂട്ടിങ്ങേ പറ്റില്ല. എന്നാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നല്ല എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുതിയ മേഖലയിലെ അറിവിനെ ഉപയോഗിക്കാവുന്ന ധാരാളം വ്യവസായങ്ങൾ പറ്റും. നോളജ് എക്കണോമിയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എവിടുന്നെങ്കിലും ഇവിടെ വ്യവസായത്തിന് വന്നാൽ ഒരു തടസ്സമുണ്ടാകുന്നു, വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ള കാര്യം ആരും പറയുന്നില്ല എന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കേരളത്തിലെ സാധ്യത. ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. താങ്കളുടെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ വളരെയധികം പ്രാധാന്യത്തോടെ വാർത്താമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് മരച്ചീനിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുക. അതുപോലുള്ള പുതിയ സംരംഭങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ അടുത്ത ഒരു പയ്യവൂർ എന്നുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ കാഷ്യൂ ഫെനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. അത് കുറച്ച് ലേറ്റായി. അങ്ങനെയുള്ള ഒരുപാട് പരിഭവങ്ങൾ ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന സാധ്യതയുള്ളൊരു മേഖല കാർഷിക ഉൽപ്പന്നങ്ങളെ വാല്യൂ ആഡഡ് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കുക പോലുള്ള കാര്യങ്ങൾ പ്രധാന ഐറ്റമായിട്ടല്ല പറഞ്ഞത്, ഉദാഹരണമാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മരച്ചീനിയിൽ നിന്ന് 1 ലിറ്റർ സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സ്പിരിറ്റിനേക്കാളും കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ വളരെ വില കൂടുതലാണെങ്കിൽ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചില പദ്ധതികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫെനി പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് ആദ്യമേ ചില തടസ്സങ്ങൾ ഉണ്ടെന്നുള്ള സത്യം. ഞാൻ കണ്ണൂരിൽ ഈ അടുത്തിടയ്ക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ, ഒരു പഞ്ചായത്തിൻ്റെ പരിപാടിയാണ്, പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഉള്ളൊരു പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ആയാൽ പറ്റത്തില്ല, ഈ ഫെനിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നാട്ടിൽ ഇങ്ങനെ വാറ്റി കുടിക്കുമെന്നുള്ള കാര്യത്തിൽ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഇത് കേരളത്തിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം നമ്മളിവിടെ എടുത്ത് കളയുന്ന കശുമാവും പഴവും മറ്റ് പഴവർഗ്ഗങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തുകൂടെ? അത് പറഞ്ഞപ്പോൾ അത് കൃത്യമായ എക്സൈസ് നിയമം അനുസരിച്ച് അവർ പറഞ്ഞു അത് ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നത്. കാരണം എന്തായാലും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനം കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ സഹായിക്കും. പക്ഷേ അതിന് നിയമപരമായ ചില കാര്യങ്ങളുടെയൊക്കെ തടസ്സം ഉണ്ടായിരുന്നു. തടസ്സമല്ല അതിൻ്റെ റേറ്റ്. ഇപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഫെനിയുടെ റേറ്റ് ഉൾപ്പെടെ. ഫെനിക്കും ഒരു റേറ്റ് ഇല്ലാതെ പറ്റില്ല. ഫെനിക്കും ഒരു മദ്യത്തിൻ്റെ റേറ്റ് തന്നെ ഫിക്സ് ചെയ്തിട്ട് വൈനും അതുപോലെ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള പലതരം വൈനുകൾ, ഇത്തരം കാര്യങ്ങൾ നല്ലപോലെ താല്പര്യം എടുക്കുന്നതാണ്. കർഷകരുടെ പ്രതിനിധിയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. അപ്പോൾ ഞങ്ങൾ ഇക്കാര്യം പറയാറുണ്ട്. ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പരിഗണനയിലാണ് ഈ റേറ്റല്ലാതെ അനുവാദം കൊടുക്കുന്നത്. റേറ്റ് എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്ത് വരേണ്ടതാണ്. അപ്പോൾ അതൊക്കെ തുടങ്ങാൻ പറ്റും. അത് കുറച്ചുകൂടി കാര്യങ്ങൾ വരണം. അതോടൊപ്പം ഒരു കാര്യം ഇതുപോലൊരു വേദിയായതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ, ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും അറിയാം, ഈ തെങ്ങിൻ്റെ
തെങ്ങിൻ്റെ മുകളിൽ ദിവസവും കയറി തെങ്ങ് ചെത്തി 3 പ്രാവശ്യം കയറി ചെത്തി ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അധ്വാനമാണ്. എന്നാൽ റോബോട്ടിക് സാങ്കേതിക വിദ്യയും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് 3 നേരവും അങ്ങനെ കയറണ്ടാത്ത തരത്തിൽ തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കാവുന്ന ഒരു ചെറിയ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി കൊമേഴ്ഷ്യലി വരണം. അത്തരം സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വിലപിടിച്ചൊരു പാനീയമാണ്. പിന്നെ അതിൽ നിന്ന് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സാധ്യതകൾ നല്ലതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കേരളത്തിന് പറ്റും. അത് കാർഷിക മേഖലയിൽ, മറ്റു മേഖലകളിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു തുടക്കത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ പല തടസ്സങ്ങളും വരുമെങ്കിലും അതൊക്കെ നന്നായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശ്രീ വി എൻ വാസവൻ, താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പൊതുവെ ഇപ്പം ശ്രീ ബാലഗോപാലിനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു തുടർച്ചയായിട്ട് ഇപ്പം കേരളത്തിൽ ഒരു പബ് കൾച്ചർ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു പ്രഖ്യാപിച്ചിരുന്നു ഒരു സമയത്ത്. പക്ഷെ നമ്മളിപ്പം നോക്കുമ്പോൾ നമ്മളെ ടെക്നോ പാർക്കിൽ പോലും ഒരു പബ്ബുകൾ അപ്പം അത് ഒരു നമ്മൾ എൻ്റെ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ പബ് കൾച്ചർ എന്നുള്ള അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനെ പബ്ബുകൾ പോലുള്ള ഇതിന് തടസ്സമായി നിൽക്കുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നിയിരിക്കുന്ന ഇവിടെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളും മറ്റും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ട്രാപ്പുണ്ട്, ഒരു കെണി. ഇപ്പം ഒരു പ്രധാന ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് മന്ത്രിമാരോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ തന്നെ തീരുമാനമെടുക്കുമ്പോൾ അതിന് ഇടങ്കോലിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും പക്ഷേ അതിനെതിരായി പോരാടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിൻവലിയുന്നൊരു രീതി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ? ഇങ്ങനെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതിയിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സമീപനം ഇന്നത്തെ ഗവൺമെൻറ്റിനില്ല. മാത്രമല്ല, ഗവൺമെൻറ് പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ ആവുന്നു മാത്രം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ഇന്നത്തെ ഗവൺമെൻറ്. അതാണ് നിങ്ങൾക്ക് എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് മടക്കിയ ഫയലുകൾ, വൈദ്യുതി മന്ത്രി എൻ്റെ വലത്ത് വച്ചിരിക്കുന്ന കൂടംകുളം, അത് ഒരു ഘട്ടം വന്നപ്പോൾ കൃഷിക്കാരുടെ സമരം ഉയർന്നു വന്നു, അത് പാടില്ല. അവസാനം ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രി തന്നെ അവരെ വിളിച്ചുകൂട്ടി പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ പദ്ധതി വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. പദ്ധതി വേണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ആശയമാണ്. അപ്പോൾ മടക്കിയ ഫയൽ റീഓപ്പൺ ചെയ്ത് അവരുടെ കോമ്പൻസേഷൻ വർദ്ധിപ്പിച്ച് അത് നടപ്പാക്കിയപ്പോൾ 400 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് അന്ധകാരാവൃതമായൊരവസ്ഥയിൽ നിന്ന് പ്രകാശപൂർണ്ണമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാൻ കിട്ടി എന്നുള്ളത് ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. പിന്തിരിയുന്ന സമീപനമാണെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. 2, ഗെയിൽ പതിപ്പ് ഒരിക്കൽ വേണ്ടെന്ന് വെച്ചതാണല്ലോ. ഗെയിൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ആദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം, ആ ഫയൽ മടക്കി, നിങ്ങൾ പുതിയ ഗവൺമെൻറ് വന്നു, നിങ്ങൾക്കത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുമോ, നോക്കാം. ഇതോ ഒരു ബഹളമായിരുന്നു. ആ ബഹളം മുഴുവൻ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കി. ഇപ്പം മംഗലാപുരം വരെ പൈപ്പ് എത്തിയില്ലേ? അപ്പോൾ പിന്തിരിയുന്നു ഏതെങ്കിലും തരത്തിൽ ബഹളമോ മീഡിയയോ വന്നുകൊണ്ട് പിന്തിരിഞ്ഞു പോയോ? ഇല്ല, നടപ്പായി. 3, 45 മീറ്റർ ഇപ്പം തീരദേശ ഹൈവേ മലയോര ഹൈവേയും തീരാൻ പോകുന്നു. സാധ്യമല്ല എന്ന് പറഞ്ഞത് ഫയൽ മടക്കുകയല്ലേ, രണ്ടും തീരുകയാണ്. അപ്പം നടക്കില്ല എന്ന് പറയുന്ന കാര്യം നടക്കുന്നു. ഇതുപോലെ തന്നെയാണ് K-ഫോണിൻ്റെ കാര്യം. ഇങ്ങനെ നിരവധി പദ്ധതികൾ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന രൂപത്തിൽ കേരളത്തിൽ നടപ്പാകില്ല എന്ന വലിയ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നൊക്കെ നടപ്പായിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും മീഡിയയുടെ പ്രചരണത്തിൻ്റെ പിന്നാലെ പോയി അതിൽ നിന്ന് പിന്തിരിയുന്ന ക്ഷമീരം സ്വീകരിക്കുന്ന ഗവൺമെൻറ് അല്ല, മറിച്ച് ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചാൽ നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നതാണ് കേരളത്തിലെ ഇന്നത്തെ സവിശേഷത. അത് വിഴിഞ്ഞെടുത്താലും വിഴിഞ്ഞത്തിൻ്റെ എന്തെല്ലാം സമരം വന്നു, ഒരു ഘട്ടത്തിൽ വിമോചന സമരം തന്നെ ഉയർന്നു വന്നില്ലേ? ആ രൂപത്തിലേക്ക് അത് എത്തിയപ്പോൾ 7 കാര്യങ്ങൾ ഉന്നയിച്ചു, 6 കാര്യങ്ങളും അംഗീകരിക്കുന്നു. തുറവും വേണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വന്നില്ലേ, കപ്പലെടുത്തില്ലേ? അപ്പോൾ ഇച്ഛാശക്തിയും ഏതെങ്കിലും പ്രചരണവും മീഡിയയും ഒക്കെ വലിയ രൂപത്തിൽ ആക്രമിച്ചാലും നടപ്പാക്കണം എന്ന് പറയുന്നത് നടപ്പാക്കും. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഗവൺമെൻറ്റിനുള്ള സവിശേഷത. അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. അപ്പോൾ വികസനത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്നു, പുത്തൻ കാഴ്ചപ്പാടുകൾ വരുന്നു. വികസനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല, വികസനത്തിനെ നമുക്ക് 3ആയി തരംതിരിച്ചാൽ 1 ഉൽപ്പാദന മേഖല, 2 പശ്ചാത്തല വികസനം, 3 സേവനത്തിൻ്റെ തുറകൾ. അതിൽ ഉൽപ്പാദന മേഖലയിൽ കൃഷിയും വ്യവസായവും വരും.
ഇങ്ങനെ തരംതിരിച്ചുകൊണ്ട് ഈ രംഗത്തേക്കുള്ള പുരോഗതി എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പ്രധാനം ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനം ഈ 3 മേഖലയിലും ഒരുപോലെ വിലപ്പെട്ട സംഭാവന നൽകി മുന്നോട്ട് പോകുന്ന രംഗമാണ് സഹകരണം. എന്നുവെച്ചാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഈ ഫെനിയടക്കമുള്ള കാര്യങ്ങൾ 412 ഇനങ്ങൾ സഹകരണ മേഖലയിലെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ. സഹകരണ എക്സ്പോ കൊച്ചിയിൽ നടക്കുമ്പോൾ വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്ന് നിരവധി ആളുകൾ വന്നു. പലരും ചോദിച്ചു ഇത് മുഴുവൻ സഹകരണ മേഖല ഉൽപ്പന്നമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ധാരണ ഈ നിക്ഷേപം സ്വീകരിക്കലും വായ്പ കൊടുക്കലും മാത്രമാണ് ഇവരുടെ ചല്ല. മറിച്ച് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റികളും PSCസും അതുപോലെ നോൺ ക്രെഡിറ്റും ഒക്കെ ഈ മേഖലയിലേക്ക് പല രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നല്ല രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ. ഇവിടെ ചോദിച്ചല്ലോ കപ്പയുടെ കാര്യം. കപ്പ ഇപ്പോൾ അമേരിക്കയ്ക്കും 4 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സൊസൈറ്റി. വിശ്വസിക്കുമോ? ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോയിരുന്നു. അതുപോലെ നാനാതരത്തിലുള്ള കാർഷിക വിഭവങ്ങളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹകരണ മേഖല. അത് ഉൽപ്പാദന മേഖലയിൽ വിശേഷിച്ചും കാർഷിക മേഖലയിലെ സഹകരണ മേഖലയുടെ ഇടപെടലും വളർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കലാണ്. അതുപോലെ വ്യവസായത്തിൻ്റെ മേഖലയിൽ നിരവധി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സ്വദേശത്തും വിദേശത്തും വിപണനം നടന്ന രൂപത്തിലേക്ക് വികസന രംഗം വരുന്നു. മറ്റൊന്ന് പശ്ചാത്തല വികസനത്തിൻ്റെ രംഗത്ത് ഇപ്പോൾ നമ്മുടെ ഗോശ്രീ പാലം നിർമ്മിക്കാൻ പണം നൽകിയത് സഹകരണ മേഖലയാണ്. സിയാൽ മോഡൽ കമ്പനി ഉണ്ടല്ലോ, ആദ്യം വരുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും പഠിച്ചു നിന്നപ്പോൾ പണം വായ്പ കൊടുത്തത് സഹകരണ മേഖലയാണ്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞുള്ളൂ. കേരളത്തിലെ എത്രയോ വികസന രംഗത്തെ ആ രൂപത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് സഹകരണ മേഖല സംഭാവന ഇപ്പോഴും നാട്ടിൻ പ്രദേശങ്ങളിൽ. ഇനി ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സഹകരണ സംഘങ്ങളും യോജിച്ച് വികസനത്തിൻ്റെ പുത്തൻ കാഴ്ചപ്പാട് കൊണ്ട് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുക. അത് നാളുകളുടെ വികസനത്തിൻ്റെ ഒരു പുത്തൻ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ സേവനത്തിൻ്റെ തുറകളിലേക്ക് വന്നാൽ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ഇപ്പോൾ 208ഓളം സഹകരണ ആശുപത്രികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ രോഗികൾക്ക് ആശ്വാസം പകർന്നും സേവനം ഉറപ്പാക്കിയും മുന്നോട്ട് പോകുന്ന രംഗമാണിതെല്ലാം. അപ്പോൾ സേവനം ഞാൻ ഈ സൂചിപ്പിച്ച വികസനത്തിൻ്റെ 3 വശങ്ങളിലും ഏറ്റവും നല്ല രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്നതും ഏറ്റവും വലിയ സംഭാവന നൽകുന്നതും ഈ വളർച്ചയിൽ നിർണായക ഘടകമായി മാറുന്നതും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. അത് ആ രൂപത്തിൽ തന്നെ വളർന്ന് മുന്നോട്ട് വരുന്നു. അപ്പോൾ നടപ്പാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിൽ നിന്നൊന്നും പിന്തിരിയുന്ന പ്രശ്നമില്ല, ഏത് വിമർശനം വന്നാലും. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ സഹകരണ മേഖലയിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാവുന്ന അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ ഞങ്ങൾ ഇടപെടുന്ന മേഖലയിൽ മുന്നോട്ട് പോകുന്ന വലിയ രൂപത്തിലുള്ള സംരംഭങ്ങളുണ്ട്. അതിലിപ്പോൾ തടസ്സമായി വരാവുന്ന ചില നീക്കങ്ങൾ സെൻട്രൽ ആക്റ്റുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ സഹകരണം എന്ന വിഷയം യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ 32 എൻട്രി അനുസരിച്ച് കോപ്പറേറ്റീവ് സബ്ജക്റ്റ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. പക്ഷേ ഭരണഘടനയുടെ ആ അവകാശം ഇന്ന് ലംഘിച്ചുകൊണ്ടും അപ്പോൾ അതിനെതിരെ 97ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ ആ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയും അതിനെതിരെ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റും പോയതിനെ തുടർന്നുണ്ടായ 2021 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്റ്റ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിൽ കേന്ദ്രം കടന്നു കയറുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ആ വിധി. പക്ഷേ അതിനെ മറികടന്ന് ഇപ്പോൾ ഒരു നിയമം മന്ത്രാലയം വന്നിരിക്കുന്നു, ഒരു മന്ത്രി വന്നിരിക്കുന്നു, ചില നയങ്ങൾ വരുന്നു, അതിവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നു. ഇവിടുത്തെ PSC സംഭരിച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് സമാനമായി പുതിയ രൂപത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ 33 രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം നിധി പോലുള്ള ചില സംവിധാനങ്ങൾ വരുന്നു. അതിനൊന്നും ഒരു നിയന്ത്രണം ഇല്ല. ആ നിയന്ത്രണം ഇല്ലാതെ വരുന്നതിന് പലപ്പോഴും പല രൂപത്തിൽ ചെന്ന് പെടുന്നവരെല്ലാം അപകടപ്പെടുകയാണ്. അപ്പോൾ അതും ഇതും സമാനമാണെന്ന് അതിന് നിയന്ത്രണം ഇല്ലാതെ വരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന നല്ല സ്റ്റെപ്പുകൾക്കും പുരോഗതിക്കും തടസ്സമായും പല രൂപത്തിലുള്ള വികാരം സൃഷ്ടിക്കാവുന്ന രൂപത്തിലുള്ള നീക്കമാണ് സെൻട്രൽ ആക്ടിൽ നിന്ന് വരുന്നത് എന്ന നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ശ്രീ കൃഷ്ണൻകുട്ടിയിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ ബിന്ദുവിനോട്ടുള്ളൊരു ചോദ്യം. ഇവിടെ കേരളത്തിലെ അത് ശ്രീ ബാലഗോപാലിനും അതിന് ഉത്തരം നൽകാവുന്നതാണ്. കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ്, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ
എണ്ണം കൂടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പലരും ഈ കേരളം വിട്ട് മറ്റ് നമ്മുടെ അതിർത്തി കഴിഞ്ഞ് ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം, ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളെ പറ്റി പറയുന്ന പോലുമില്ല, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇപ്പം ദക്ഷിണ മേഖലയിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിപ്പാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലൊക്കെ ക്രിയ എന്നുള്ള ഒരു ഇപ്പോൾ പ്രേംജി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, കർണാടകത്തിലും അതുപോലെ ബാക്കിയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നമ്മൾ വളരെ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് കരുതുന്നതിൽ പോലും ഒരുപാട് ഇപ്പോൾ ഹരിയാനയിൽ തന്നെ ജിൻഡാൽ, അശോക യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതുപോലുള്ള ഒരു സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാതെ പോയതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇത് നമ്മുടെ വികസന കാഴ്ചപ്പാടുകളുടെ സ്വപ്നങ്ങളെ ബാധിക്കുമോ? ആദ്യം പറഞ്ഞ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് പറയാം. ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വ്യാപകമായിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള സംവിധാനങ്ങളിപ്പോൾ ഏർപ്പെടുത്തുകയാണ്. അടുത്ത വർഷം മുതൽ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് ആധാരമായിട്ടുള്ള പാഠ്യരീതി ആരംഭിക്കുമ്പോൾ സ്കിൽ കോഴ്സിനടക്കം ക്രെഡിറ്റ് നൽകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ തങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള സ്കില്ല് തിരഞ്ഞെടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പോവാൻ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ആരംഭിക്കാനൊക്കെ യുവക്കൾക്ക് സഹായം ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. അതുപോലെ ഇൻഡസ്ട്രി അക്കാഡമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന സ്കില്ല് കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവർക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൽ തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള എല്ലാ പരിശീലനങ്ങളും നൽകാനൊക്കെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം സജ്ജമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞ ചില മിഥ്യയായിട്ടുള്ള ധാരണകൾ എനിക്ക് തിരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ പരിശോധിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുടെ അവൈലബിലിറ്റി ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. പ്രതിശീർഷ അവൈലബിലിറ്റി നോക്കിയാൽ വളരെ ഉയർന്ന ശതമാനമാണ് നമുക്കുള്ളത്. നമുക്ക് എല്ലാ റിമോട്ട് ഗ്രാമങ്ങളിലും മലയോര മേഖലയിലായാലും തീരദേശ മേഖലയിലായാലും ഒക്കെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ കുട്ടികൾക്കും സാമാന്യേന അതിൽ പ്രവേശനം ലഭിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ മേൽത്തട്ടുകാർക്കാണ് ആ രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ അവൈലബിലിറ്റി വരുന്നത്. നമ്മൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുമ്പിലാണ് ഈ കാര്യത്തിൽ. അപ്പോൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില സങ്കല്പനങ്ങൾ നമ്മൾ വളരെ പണ്ട് മുതൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആക്സസ്, ഈക്വിറ്റി ഈ കാര്യങ്ങളിൽ നമ്മൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. NIRF റാങ്കിങ്ങിൻ്റെ പട്ടിക പരിശോധിച്ചാലും നാക് അക്രഡിറ്റേഷൻ്റെ ഗ്രേഡുകൾ പരിശോധിച്ചാലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് മാത്രമല്ല, താങ്കളടക്കം ഉന്നത വിദ്യാഭ്യാസം നേടിയത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ JNU പോലുള്ള സ്ഥാപനങ്ങൾ. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. NIRF റാങ്കിങ് എടുത്ത് നോക്കിയാൽ ആദ്യ 200-ൽ നമ്മുടെ 42 സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കൊച്ചു കേരളത്തിലാണ് 21% ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളതാണ് 42 കലാലയങ്ങൾ ആദ്യ 200-ൽ. ഈ സംസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ്, ഗവൺമെൻറ് കോളേജല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ സർവകലാശാലകൾ A++ ആണ് നാക് അക്രഡിറ്റേഷനിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത്. A+ ആണ് കാലിക്കറ്റിനും ക്യുസാറ്റിനും കാലഡിക്കും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ടൈംസ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 2ാമതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇതൊക്കെ കൃത്യമായ പാരാമീറ്റേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഈ 2-3 വർഷക്കാലത്തിനിടയ്ക്ക് ആയിരക്കണക്കിന് കോടികളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. അതൊരു അതിശയോക്തിയല്ല, പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ വർഷത്തെ ഇക്കണോമിക് സർവേയിൽ പറയുന്നത് ഈ ഒരു സാമ്പത്തിക വർഷം
6,000 കോടി ശമ്പളം അടക്കമാണ് പറയുന്നത്, അധ്യാപകരുടെയും അനധ്യാപകരുടെയൊക്കെ വേതനം അടക്കം 6,000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇക്കണോമിക് സർവേയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. ഈ കിഫ്ബിയിലൂടെയും റൂസയിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ നമ്മളെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലൊക്കെ ബഹുദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാലകളിലേക്ക് റിസർച്ചിൻ്റെ സൗകര്യങ്ങളൊക്കെ വലിയ നിലയിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് ധനകാര്യമന്ത്രിയൊക്കെ പറഞ്ഞ പോലെ നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ബജറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സിന് നല്ലതുപോലെ പണം നീക്കി വച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സും പ്രോസസ്സും സർവീസും ഒക്കെ വികസിപ്പിക്കാൻ നമ്മുടെ യുവ ഗവേഷകരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അത് ഇപ്പോൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായാലും ആരോഗ്യരംഗം, കാർഷിക രംഗം, വ്യവസായ രംഗം ഇവിടങ്ങളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും ഒക്കെ നമ്മുടെ യുവ ഗവേഷകരും നമ്മുടെ സാധാരണ UG PG വിദ്യാർത്ഥികളും കണ്ടെടുത്ത് കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശുഭകരമായൊരു തുടക്കമാണ്. 500 നവകേരള PDF ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. അതിൽ ക്യാൻസറിൻ്റെ മരുന്നടക്കം കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 140-ൽ പരം യുവ ഗവേഷകരെയാണ് ഇപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അല്ല, പല റിസർച്ച് സെൻറ്റേഴ്സിലാണ് അവർ ചെയ്യുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ് അവർക്ക് ആവശ്യമായ മെൻറ്ററിംഗ് ഒക്കെ കൊടുക്കുന്നത്. ദേശീയ തലത്തിലുള്ള എക്സ്പേർട്സ് പരിശോധിച്ചിട്ടാണ് ഈ സിനോപ്സിസുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1000-ൽ പരം അപേക്ഷകരിൽ നിന്നാണ് ഇപ്പോൾ ഈ 140ഓളം ഗവേഷകരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 5 വർഷം കൊണ്ട് 500 യുവ ഗവേഷകർ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഗവേഷണം നടത്തും എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ലോകോത്തര നിലവാരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനെ മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. ശ്രീ കെ കൃഷ്ണൻകുട്ടി, ബാക്കി ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ കാട്ടുന്ന ആ ശുഭാപ്തി വിശ്വാസം കേരളത്തിൻ്റെ വികസനത്തിനെ പറ്റി താങ്കൾക്കുമുണ്ടോ? പ്രത്യേകിച്ച് പലപ്പോഴും താങ്കളുടെ വൈദ്യുതി മേഖലയിൽ മാത്രമല്ല ബാക്കിയുള്ള പല മേഖലകളും നോക്കുമ്പോൾ അതിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഈ ഖനന മേഖലയിൽ ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പുറത്തുനിന്നാണ് വരുന്നത്. ഇപ്പം നമ്മളിവിടെ നാഷണൽ ഹൈവേ നടക്കുമ്പോൾ കൂടുതൽ ഇവിടെ സർക്കുലേറ്റ് ചെയ്യേണ്ട പൈസ അത് ചിലപ്പം പുറത്ത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നതും വലിയ മെഷീനറി വന്നിട്ട് ഇവിടെ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് താങ്കളുടെ ചിന്ത എന്താണ് ഇതിനെപ്പറ്റി? ഈ കേരളത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാടിനെ പറ്റി സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാറ്റിനും അടിസ്ഥാനം ഊർജ്ജമാണ്. ഊർജ്ജം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അല്ല, അതിൻ്റെ അപ്പം താങ്കളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഈ കപ്പാസിറ്റി അഡീഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ഏത് ഡെവലപ്മെൻറ്റിനും പ്രധാന വസ്തു ഊർജ്ജമാണ്. ആ ഊർജ്ജം ഉൽപ്പാദനത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അപ്പോഴാണ് നമ്മളൊരു തുടക്കം, ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. നമുക്ക് ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിൽ 30% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് മേടിക്കുകയാണ്. അത് ആ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അവരുടെ ദയയും ദാക്ഷിണ്യത്തിലാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഈ ചാർജൊക്കെ കൂട്ടേണ്ടി വരും. നമുക്ക് ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണ് ഊർജ്ജോൽപ്പാദനം. നമുക്ക് ധാരാളം വെള്ളമുണ്ട്. 3000 TMC വെള്ളം ഇവിടെ ഉണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കൂടി 300 TMC മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളുടെ തന്നെ പല ആൾക്കാരും പരിസ്ഥിതിയിൽ ഒരാൾ കാക്ക ഇങ്ങോട്ടേക്ക് പറക്കാൻ വിഷമമാണെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് പത്രക്കാരെല്ലാം കൂടി എഴുതാ പ്രോജക്റ്റ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ഇവിടെ ഒരു വലിയ കുരിയാർ കിട്ടിയ പ്രോജക്റ്റ് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അത്
തടഞ്ഞത്. നമുക്ക് ധാരാളം സാധ്യതയുണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇടുക്കിയിൽ നമുക്ക് 55 പൈസയെ ഒരു യൂണിറ്റിന് വരും. നമ്മൾ പീക്ക് അവറിൽ 20 ഉറുപ്പ്യ വരെ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഉൽപ്പാദന മേഖലയ്ക്ക് വളരെ ശ്രദ്ധിക്കണം. ആ ഉൽപ്പാദന മേഖലയിൽ തന്നെ നമുക്കിപ്പോൾ ഒരു സാധ്യതകളുണ്ട്, അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം 900 മെഗാവാട്ട് ഉൽപ്പാദനം വന്നിട്ടുണ്ട്. അതല്ല പറയുന്നത്, നമുക്ക് ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ തന്നെ പഴയ രീതിയിൽ ഇലക്ട്രിസിറ്റിക്ക് മാത്രമായിട്ടൊരു പ്രോജക്റ്റ് അല്ല ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ ഫ്ലഡ് കൺട്രോൾ നമുക്ക് നോക്കാം, ഹരിത ഊർജം ഒരു ഘടകമാണ്. അതേപോലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൃഷിയും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ 25 ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട്, അതിൽ 3.5 ലക്ഷം മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ. നാണ്യവിളകളൊന്നും ഇറിഗേറ്റ് ചെയ്യുന്നില്ല. ആ നാണ്യവിള ഇറിഗേറ്റ് വിളവിൻ്റെ ഒരു 6 ഇരട്ടിയെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രിസിഷൻ ഫാമിംഗൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 200% വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അത് വിദേശ നാണ്യം ധാരാളം നാണ്യവിളകൾക്ക് ഇറിഗേറ്റ് ചെയ്താൽ കുരുമുളക് 2 കിലോ ആണ് സാധാരണ കിട്ടുന്നത്. അത് ഇറിഗേറ്റ് ചെയ്താൽ 6 കിലോ കിട്ടും, പ്രിസിഷൻ ചെയ്താൽ 10 കിലോ കിട്ടും. നമുക്ക് വിദേശത്തേക്ക് അടക്കം കയറ്റുമതിക്ക് വിദേശ നാണ്യം കൂടി ധാരാളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അവിടെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു വലിയ മാറ്റം വരാൻ കിട്ടും. അതേപോലെ ഇപ്പോൾ ചില പദ്ധതികൾ ഇതെല്ലാം കൂടി ഒറ്റ പ്രോജക്റ്റിൽ തന്നെ എടുക്കേണ്ട കുറേ പദ്ധതിയുണ്ട്. ഉപ്പുവെള്ളം കയറുന്നത് നമുക്ക് തടയാം, അതേപോലെ പ്രളയ നിയന്ത്രണമൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ ഹരിത ഊർജ്ജത്തിന് നമുക്ക് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ കൽക്കരിയുടെ ഊർജ്ജം ഉണ്ടാകുന്ന അപകടങ്ങളും പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങളൊക്കെ പരിഹരിക്കാൻ അതിനൊരു സഹായവും കൂടി കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ, അതേപോലെ അതിനേക്കാളും വലിയ ഒരു സാധ്യതയുള്ളത് ഇന്ത്യയുടെ തന്നെ ഒന്നാമതെത്താവുന്ന ഒരു ഊർജ്ജ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, തോറിയം. ലോകത്തിൽ തന്നെ ഏറ്റവും ചീപ്പായി തോറിയം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കൽപ്പാക്കം പരീക്ഷണം നടത്തി 50 മെഗാവാട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റിൻ്റെ ഉൽപ്പാദനം ചാർജ് വരുന്നത് 1 ഉറുപ്പിയിൽ കിട്ടും. അത് നമുക്ക് ധാരാളം സാധ്യതയുള്ള ഒരു മേഖലയാണ്. അത് പരീക്ഷണത്തിലാണ്. എന്തായാലും ഇപ്പോൾ 50 മെഗാവാട്ടിൻ്റെ ഒരു പരീക്ഷണം എടുത്തത് അത് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ ഗൾഫിൽ പെട്രോളിയത്തിനേക്കാളും എത്രയോ ഇരട്ടി ഗുണം ചെയ്യുന്ന ഒരിതാണ്. അത് നമ്മുടെ വികസനത്തിന് ഏറ്റവും ചീപ്പ്. നമുക്ക് ഭൂമിയൊന്നും വലുതായില്ല, നമ്മുടെ ചെലവ് ചുരുങ്ങിയ ഇലക്ട്രിസിറ്റി കൊടുക്കൽ മാത്രമേ വികസനത്തിനുള്ളൂ. അതേപോലെ ഫുഡ് പ്രോസസ്സിങ് നമുക്ക് കടക്കേണ്ട ഏറ്റവും നല്ല ഒരു മേഖലയാണ്. ഫുഡ് പ്രോസസ്സിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കൃഷിക്കാരനും കൂടി കിട്ടുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് വരുമ്പോൾ 600 ഇരട്ടിയൊക്കെയാണ് ലാഭം. വാൾമാർട്ടൊക്കെ പാലിൽ നിന്ന് എടുക്കുന്നത് 900 ഉറുപ്പ്യയാണ്. ഫോൺട്ര അതൊക്കെ എടുക്കുന്നത്, അങ്ങനെയുള്ള കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ വന്നത് നമ്മളെയൊക്കെ ചൂഷണം ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രാൻസിലുള്ള കമ്പനി വന്നിട്ടിപ്പോൾ ടോണ്ട് മിൽക്ക് ഇറക്കി, അതിൽ വൈറ്റമിൻ ഇയും ഡിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറക്കി 150 മില്ലി 10 ലിറ്ററിനാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ഇവിടുത്തെ സാധാരണ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് പാല്. അതൊക്കെ നഷ്ടം വരികയാണ്. അതൊക്കെ ഒരു നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരണം. അതേപോലെ ഇറക്കുമതി നയം വല്ലാത്ത അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് പോലും ഈ മാളുകളിൽ പുറത്ത് വിദേശത്താണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ടയർ കമ്പനി എടുത്തു നോക്കി, കമ്പനികൾക്ക് ടയർ ഇറക്കുമതി ചെയ്യാൻ കൊടുത്തു. ഇവിടുത്തെ കൃഷിക്കാരൻ മുഴുവൻ തകരയല്ലേ. ടയറിൻ്റെ വില കൂടുമ്പോൾ എങ്ങനെയാണ് റബ്ബറിൻ്റെ വില ഇറങ്ങുന്നത്? ഒരു അത്ഭുതമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നയത്തിലൊരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കോ ഒന്നും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. കുരുമുളകൊക്കെ വിയറ്റ്നാമിൽ നിന്ന് പിറക്കാൻ ഇന്ത്യ പസഫിക് കരാർ ഒപ്പിടുകയാണ്. ഇപ്പോൾ ഒപ്പിട്ടാൽ ഉണ്ടാകുന്ന ദോഷം എന്താ? വിയറ്റ്നാമിലെ ഒരു ഏക്കറിൽ കുരുമുളക് 7500 കിലോയാണ്, കേരളത്തിൽ 350 കിലോ ആണ് അവിടുത്തെ. അത് പക്ഷേ ക്വാളിറ്റി നമ്മുടെയാണ്. ഏറ്റവും നല്ല കുരുമുളക് കേരളത്തിലെ കുരുമുളകാണ്. മലബാറിലെ കുരുമുളക് പറഞ്ഞാൽ ക്ലയോപാട്ര പണ്ട് ഉപയോഗിച്ച കുരുമുളക് പറയുക, അത്രയും ഫേമസ് ആണ്. അതിൽ കലക്കി മിക്സ് ചെയ്തിട്ട് കയറ്റി വിടുകയാണ്. ഇതൊക്കെയാണ് നടക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മേഖലയൊക്കെ ഇറക്കുമതി നയം നമ്മളെ തകർക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ അത് നമുക്ക് ഊർജ്ജ ഉൽപ്പാദനത്തിൽ നമുക്ക് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്താൽ വലിയ മാറ്റം വരും. അത് ഞാൻ പറഞ്ഞ പോലെ ഈ തോറിയത്തിൻ്റെ സാധ്യതയും ആലോചിക്കേണ്ടതാണ് കേരളത്തിൽ. ശ്രീ കെ.എൻ. ബാലഗോപാൽ, ഈ താങ്കൾ ഇത്രയധികം ശുഭാപ്തി വിശ്വാസം ഇതിനു മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേരളത്തിനെ പറ്റിയുള്ള ഒരു സംഭാഷണത്തിൽ. പക്ഷേ ഇത് എത്രമാത്രം ഫലപ്രദമായി
എത്രമാത്രം ഫലപ്രദമായി ഇത് സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട്? ഇപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം പോരാ, അതിനെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമായി മാറുകയാണ്. അതുപോലുള്ള എന്തെങ്കിലും ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിന് കേരളത്തിന് എതിരായിട്ടുള്ള ഇപ്പം ഒരുപാട് മിത്തുകൾ, ഞാൻ പറഞ്ഞതിലടക്കം മിത്തുകളുണ്ടെന്ന് രണ്ടുപേരും ഞാനും പറഞ്ഞു. അപ്പം അതുപോലുള്ള മിത്തുകൾ ഇല്ലായി അതിനെ ദൂരീകരിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഈ കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങളുടെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും നന്നായി വലിയ ജനാധിപത്യ അവകാശങ്ങളുള്ള ഏറ്റവും നല്ല മീഡിയയ്ക്ക് സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് കേരളം എന്നുള്ളത്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാത്തിനും വളരെ ക്രിട്ടിക്കലാണ് കേരള സൊസൈറ്റി. ശരിക്കും ഉള്ളതിനും ഇല്ലാത്തതിനും വിമർശനം വരും. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ഉല്ലേഖനം ഉൾപ്പെടെ ഉള്ള ബാധകമായ കാര്യങ്ങളാണ്. നല്ല പത്രപ്രവർത്തകരായിട്ടുള്ള ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നുണ്ടല്ലോ ഇന്ത്യയിലാകെ. അപ്പോൾ പലപ്പോഴും ഈ ശരിയായ തരത്തിലല്ലാതെ പോലും വാർത്തകൾ വരും. പ്രത്യേകിച്ച് പിന്നെ വളരെ വലിയ തോതിലേക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ആക്രമണം വരിക. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ ഒന്ന് ഞാൻ പറയാം. ഡൽഹിയിൽ നിങ്ങൾ ന്യൂസ് ക്ലിക്ക് പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ നിരോധിക്കപ്പെട്ടപ്പോഴും മറ്റ് വാർത്തകൾ വന്നപ്പോഴും അവിടെ ഒരു പരസ്യമായി മുദ്രാവാക്യം വിളിച്ച് എത്രത്തോളം പ്രകടനം നടത്താൻ പറ്റും, അല്ലെങ്കിൽ എന്ത് മുദ്രാവാക്യം വിളിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. അങ്ങനൊരു അവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ വിമർശനങ്ങൾ ധാരാളം വരുന്നൊരു സൊസൈറ്റിയാണ്. അത് തന്നെ നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ കേരളത്തിൽ വരുന്ന പല വാർത്തകളും കേരളത്തിന് ആസ് എ സൊസൈറ്റി അത് കേരളത്തിന് പലപ്പോഴും ഗുണമായിട്ടാണോ വരുന്നതെന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഞാനടക്കമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിന് പല മേഖലയിൽ ഇപ്പം നേരത്തെ തൊട്ടേ ഉള്ളൊരു ധാരണയാണ് കേരളത്തിൽ വലിയ ലേബർ അൺട്രസ്റ്റാണ്, പ്രശ്നമാണ്, ചെലവിൻ്റെ കാര്യം, അത് ഇത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വിദേശത്തെ രാജ്യത്തും പോകുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്കുൾപ്പെടെ നേരിട്ടറിയാമല്ലോ, കേരളത്തിലിപ്പോൾ ലോകത്തുനിന്ന് ധാരാളം കമ്പനികൾ ഇവിടേക്ക് വന്ന് ജോലി ചെയ്യാൻ വരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ബിന്ദു ടീച്ചറുണ്ട് ഇവിടെ. എൻ്റെ പ്രദേശമായി കൊട്ടാരക്കരയ്ക്കടുത്ത് അസാപ്പിൻ്റെ ഒരു പിന്നെ ചെറിയൊരു 16 സെൻറ്ററുകളുണ്ട് അസാപ്പിന്. ഈ അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കിൽ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവിടെ ഇൻ്റർനാഷണലായിട്ട് ഈ കണക്ക് അമേരിക്കയിലെ ടാക്സ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുള്ള കണക്ക് അവിടെ ടാക്സ് പ്രാക്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കണമെന്നൊരു ആലോചന വന്നു. അങ്ങനെ നമ്മൾ കുറേയേറെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ വിളിച്ചു. ആദ്യം അവർ ടെസ്റ്റ് ചെയ്തിട്ട് വളരെ കുറച്ചാളെ പാസ്സായുള്ളൂ. പിന്നീട് രണ്ടാമത് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ 30 പേരെ എടുത്ത് ട്രെയിനിങ് കൊടുത്തു. അതിനകത്ത് 25 പേർക്കും ഒരു വിദേശ കമ്പനി പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ പോകണ്ട, ഇവിടുന്ന് ചെയ്യാമല്ലോ, ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ ഈ അസാപ്പിൻ്റെ ഫെസിലിറ്റി തന്നെ നിങ്ങൾക്കൊന്ന് കുറച്ച് ജോലി കൊടുത്തൂടെ. അങ്ങനെ ഇപ്പോൾ അസാപ്പിൻ്റെ ഫെസിലിറ്റിയിൽ അവിടെ GR8 അഫിനിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ 25ഓളം പേർക്ക് അവിടെ തന്നെ ഒരു ചെറിയ പാർക്കായിട്ട് ജോലി കൊടുത്തു. ഞാൻ പറയുന്നത് കൊട്ടാരക്കരയിലെ ഒരു പഞ്ചായത്തിലെ ഒരു പ്രദേശത്ത് ആരംഭിച്ചതാണ്. ഇത് ഒരു ടെസ്റ്റ് കേസാണ്. ഞങ്ങൾ കുറേ അതിൻ്റെ സാധ്യതകളെപ്പറ്റി അവർക്ക് ബോധ്യപ്പെടണമല്ലോ. കേരളത്തിലെ ഏത് ഗ്രാമത്തിലും ഇത്തരം ജോലികൾ ചെയ്യാൻ ശേഷിയുള്ള ചെറുപ്പക്കാരുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ സ്കില്ലിങ് വേണം. കാരണം ഇതിന് ഒരു ഫിനിഷിങ് കൊടുക്കണം. അത് ഇപ്പോൾ കൂടുതലായിട്ട് കൂടുതൽ ജോലികളുടെ കാര്യത്തിൽ ഇങ്ങനെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ധാരാളം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ITES എന്ന് പറയുന്ന സർവീസ് മാത്രം പോരാ, നമുക്ക് ബേസിക് ഇൻഡസ്ട്രിയിലും കാര്യങ്ങൾ വരണം. ഇതിന് ധാരാളം കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ കേരളം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുള്ള കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു വലിയ മൂവ്മെൻറ്റാണ്. നേരത്തെ നമ്മൾ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങി. ഇന്നിപ്പോൾ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റി ധാരാളം കമ്പനികൾ, ഗവൺമെൻറ് ചെയ്യുന്നത് മാത്രമല്ല ഞാനീ പറയുന്നത്, ധാരാളം കമ്പനികൾ, ചെറുകിട കമ്പനികളും വൻകിട കമ്പനികളും വരുന്നു. അത് തെറ്റിദ്ധരിക്കുന്നത് ITES മാത്രമല്ല. ഇപ്പം ഞാനീ നേരത്തെ പറഞ്ഞല്ലോ, തെങ്ങിൻ്റെ മുകളിൽ ഒരു റോബോട്ടിക് സിസ്റ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു യന്ത്ര സംവിധാനം റോബോട്ടിക് ആയിട്ട് AI ഉപയോഗിച്ച് ചെയ്യുന്നത് വെച്ച് അവിടുന്ന് ദിവസവും ഈ കള്ള് ചെത്തി താഴെ കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഭവത്തെപ്പറ്റി ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ച് അതിനുള്ള ബേസിക്കായ ഫെസിലിറ്റി ഉണ്ടാക്കുന്നു. ഇതേപോലെ ഓരോ മേഖലയിലും ഉള്ള എക്സിബിഷനുകൾ നോക്കുക. ഇവിടെ മരച്ചീനിയുടെ കാര്യം പറഞ്ഞല്ലോ. മരച്ചീനി ഇന്നും പോയിരുന്ന സ്റ്റാളിൽ മരച്ചീനി ഇവിടുന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് അയക്കാൻ പറ്റുമെന്ന് പരിശോധിച്ച് വിജയിച്ച ഒരു സൊസൈറ്റി. അങ്ങനെ പല സൊസൈറ്റീസ് ഉണ്ട്. ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെട്ടും കാണും. അപ്പോൾ ഇങ്ങനെ
ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയുടെ, ചെറുകിട ഇൻഡസ്ട്രി, വലിയ ഇൻഡസ്ട്രിയുടെ കാര്യത്തിലൊക്കെ വലിയ കുതിച്ചാട്ടമാണുള്ളത്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, കേരളത്തിൽ തന്നെ ആളുകൾ കുറച്ചുകൂടി നിൽക്കാൻ പറ്റുന്ന എക്കോസിസ്റ്റം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേരളത്തിന് ലോകത്തോട് വലിയ ബന്ധമുണ്ട്. പുറത്തേക്കൊക്കെ പോയി അവിടെയൊക്കെ പോയി ഒരു സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചു പോവുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ ധാരാളം ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നു എന്നൊരു വിമർശനം വരുന്നു. ഞാൻ അതിനകത്ത് കാണുന്നൊരു കാര്യം, ഈ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? വേറൊരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെങ്കിൽ അവിടെ പോയി പഠിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് പോയി നാസ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നുള്ളവർ അവിടെ കോമ്പാറ്റബിളാണ്. ഇവിടെ മീറ്റർ ഗേജിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിൻ ബ്രോഡ് ഗേജിൽ ഓടില്ല. അപ്പോൾ ബ്രോഡ് ഗേജിൽ ഓടുന്നൊരു വണ്ടിയെ ബ്രോഡ് ഗേജിൽ ഓടൂ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടം കൊണ്ടും അവർക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ് കൊണ്ടുമാണ് അവർക്ക് ലോകത്തെ ഏത് സ്ഥലത്തും പോയി ജോലി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും നല്ല ശേഷിയുള്ള ആളുകളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ അവസരം വരും. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ വാസവ മിനിസ്റ്റർ പറഞ്ഞു നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. ആദ്യം നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ വീതി സ്ഥലമെടുക്കണമെങ്കിൽ 25% അധികം കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു. അങ്ങനെ 6500 കോടി രൂപ ഭൂമി എടുക്കാൻ നമ്മൾ കൊടുത്തു, ബാക്കി ഒരു സ്റ്റേറ്റിലും കൊടുക്കണ്ട. ആ 6500 കോടി രൂപ കൊടുക്കാൻ നമ്മൾ ലോൺ എടുത്തു കിഫ്ബി വഴി. ആ ലോൺ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ചെലവിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ള വേറൊരു ഭാഗം. പക്ഷേ നാഷണൽ ഹൈവേ 6 വരി പാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്നു. റെയിൽവേയുടെ കാര്യത്തിൽ വലിയ വികസനം വന്നു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം, ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന സാധ്യതകൾ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ഈ തെക്കേ ഇന്ത്യൻ മേഖലയെ വലിയ മാറ്റം ഉണ്ടാക്കും. കാരണം ഇത്രയും വലിയ മദർഷിപ്പ് 25,000 കണ്ടെയ്നറുകൾ ഒരേ സമയത്ത് കയറ്റാൻ പറ്റുന്ന കപ്പലെടുക്കുന്ന തുറമുഖമാണ്. ഒരു ലോറിയിലെ ഒരു കണ്ടെയ്നറാണ് പോകുന്നത്. അങ്ങനത്തെ 25,000 കണ്ടെയ്നർ കയറ്റാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ട് ഈ സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കും. ഞങ്ങളെല്ലാം പോയി ആ കപ്പലിൽ കഴിഞ്ഞ ദിവസം വന്ന കപ്പലിൽ അവിടെ പോയി അത് സ്വീകരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഒരു തുറമുഖം വരുന്നതിന് എത്ര കാലമായിട്ട് നേരത്തെ നടന്നിരുന്ന കാര്യമാണ്. അവസാനം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് അതിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ അത് ആദ്യത്തെ ഒരു ഷിപ്പ് വന്നു, ബാക്കി ഷിപ്പുകളും. ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഈ കപ്പലെടുക്കുന്ന സ്ഥലം വന്നാൽ ലോജിസ്റ്റിക്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വലിയ ഇൻഡസ്ട്രിയും ചെറിയ ഇൻഡസ്ട്രിയും തുറമുഖത്തിനോട് അടുത്ത് ചേർന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതിന് ചുറ്റുപാടും വലിയ ഇൻഡസ്ട്രിയൽ കോറിഡോർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വരുമ്പോൾ ഇന്നിപ്പോൾ ദുബായിലോ സിംഗപ്പൂരിലോ ആംസ്റ്റർഡാമിലോ ഷാങ്ഹായിലോ ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഇൻഡസ്ട്രികൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കൂടി വരും. അപ്പോൾ ആത്മവിശ്വാസം വെറുതെ അല്ല, നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം എന്നാൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കളക്റ്റീവായി ചെയ്യേണ്ടതാണ്. അത് കേരളത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ കേരളീയം എന്ന് പറയുന്നൊരു പരിപാടി നടക്കുകയാണല്ലോ, അതിൻ്റെ ഭാഗമാണല്ലോ നമ്മളും ഇരിക്കുന്നത്. കേരളത്തെ ഈ നേട്ടങ്ങൾ കേരളത്തിനുണ്ട് എന്നുള്ളത് പുറത്തുള്ളവർക്ക് അറിയണ്ടേ? അതിന് കേരളത്തിൽ അവർ വരണം. എല്ലാ വർഷവും കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ്, കേരളത്തിലെ ആർട്സ്, പിന്നെ ട്രേഡ് ഫെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഡിസ്കഷൻ, ഹയർ എഡ്യൂക്കേഷൻ അല്പം കൂടി ഫിനിഷിങ് വരാനുണ്ട്. ഞാൻ പറയുന്നത് എല്ലാം അങ്ങ് 100% നമ്മൾ ശരിയെന്നല്ലല്ലോ. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞു അടുത്ത 2-3 വർഷം കൊണ്ട് ഞങ്ങളത് ചെയ്യും. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസും കോളേജസുമായിട്ട് റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല കാലാവസ്ഥയുണ്ട്, ഏറ്റവും നന്നായി ചെയ്യുന്ന പിന്നെ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബായിട്ട് വലിയ മുതലാളിത്ത വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും അതേ എഡ്യൂക്കേഷൻ ചിലവ് കുറച്ചുകൂടെ ചെയ്യാം. ഇപ്പം തന്നെ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആളുകൾ പല്ല് പറിക്കണമെങ്കിൽ പോകുന്നത് 3ാമതൊരു രാജ്യത്താണ്. കാരണം എന്താ? 2-3 പല്ലെടുക്കണമെങ്കിൽ അവിടെ പോയി ചെയ്യുന്ന ലാഭം. കുറച്ചുകൂടെ പല്ലിന് ചികിത്സ വേണമെങ്കിൽ കേരളത്തിൽ തിരിച്ചു വരും. കാര്യം വിമാന ടിക്കറ്റ് മുതലാവും. ഞാനിത് പറയുന്ന ഒരു വസ്തുതയാണ്, അന്വേഷിച്ച് നോക്കിക്കോളൂ. ഹെൽത്ത് ഈസ് എ വെരി കോസ്റ്റ്ലി അഫെയർ. ഹെൽത്ത് കെയർ ഈ കേരളത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള നല്ല ആശുപത്രി ഉണ്ടെന്നുള്ളതിന് സംശയമുണ്ടോ? അപ്പം അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഹെൽത്ത് ഹബ്ബാണ്. ടൂറിസത്തിന് ഏറ്റവും നല്ലൊരു കേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ വർക്കേഷൻ എന്നൊരു സ്കീം കൂടെ വെച്ചിട്ടുണ്ട്. വർക്ക് നിയർ ഹോം. ഇപ്പോൾ എവിടെ നിന്നും ജോലി ചെയ്യാം. കമ്പ്യൂട്ടർ കമ്പനികളിലൊക്കെ, അങ്ങനെ IT കമ്പനികളൊക്കെ. കേരളത്തിലെ ഏറ്റവും നല്ല കോവളത്തോ മൂന്നാറിലോ മറ്റു സ്ഥലത്തോ ഒക്കെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്താൽ, ഈ സാഹചര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്താൽ കേരളത്തിന് വലിയ സാധ്യതയാണ്. ആ സാധ്യത തന്നെയാണ് ഞങ്ങളെല്ലാം ആത്മവിശ്വാസത്തോട് പറയുന്നത്. അത് ഞങ്ങളൊന്നും പറയുന്ന വ്യക്തിപരമായ ആത്മവിശ്വാസമല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെപ്പോലെയുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. യാതൊരു സംശയവുമില്ല. കേരളം അതിവേഗം ഇപ്പോഴത്തെ സാഹചര്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിച്ച് നമ്മുടെ അറിവിനെയും കൂടി നല്ലപോലെ ഉപയോഗിച്ച് മുന്നേറും. അതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. എന്തു തന്നെയായാലും KN ബാലോപാൽ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് പുറം രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും പോയി വളരെ എളുപ്പത്തിൽ തന്നെ ജോലി സമ്പാദിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ജോലിയിൽ വളരെ പ്രാവീണ്യത്തോടെ
ഔന്നത്യത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നതും കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്കില്ലിങ്ങും കേരളത്തിൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഗുണം കൂടിയാണ്. അതിൽ സംശയമേ ഇല്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം അത് മന്ത്രി വാസവനോടാണ്. ഈ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് പരക്കെ അറിയപ്പെടുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു വികസനത്തിൻ്റെ അടുത്ത പടവിലേക്ക് നോക്കുമ്പോൾ അതിൽ കൂടുതൽ വരേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ കേരളത്തിനെതിരായിട്ട് പലപ്പോഴും പറയുന്ന ചില ദോഷകൃത്തുക്കൾ അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും കേരളത്തിൻ്റെ ഒരു റിനൈസൻസ്, ഒരു നവോത്ഥാനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ട്രൈബൽ മേഖലയിലേക്ക് അത് ചെന്നിട്ടില്ല എന്നാണ്. അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് തെറ്റായ പ്രചരണമാണ്. പൊതുവിൽ നീതി ആയോഗിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്ക് ദേശീയ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിദാരിദ്ര്യരുടെ എണ്ണം ബീഹാറിൽ 40%, 38% UP, 32% മധ്യപ്രദേശ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഏതാണ്ട് 20-ന് മുകളിലാണ് ഇന്ത്യ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനം. കേരളത്തിൽ വരുമ്പോൾ 0.73 ആയിരുന്നു. ഇപ്പോൾ അത് സർവേ നടത്തി കേരളത്തിൽ പൊതുവിൽ അതിൻ്റെ കണക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. 66,006 കുടുംബങ്ങളാണ് ഇനി കേരളത്തിൽ അതിദാരിദ്ര്യമുള്ളത്. അവരെ കൂടി ദത്തെടുക്കാൻ തീരുമാനിച്ച് 2025 നവംബർ 1 കേരളപ്പിറവി വരുമ്പോഴേക്ക് ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമാണ് വളർച്ചയുടെ അടിസ്ഥാനമായി നാം കാണേണ്ടത്. അതിൽ ആദിവാസിയോ അല്ലെങ്കിൽ മറ്റേ SC എന്നോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല സർവേ നടന്നിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, വിശേഷിച്ചും ആദിവാസി മേഖലയിലും പിന്നോക്ക പ്രദേശങ്ങളിലും സവിശേഷങ്ങളായ പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടാണ് ഈ നിലയിലേക്ക് അവരെ ഉൾപ്പെടെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് കണക്കുകൾ നീതി ആയോഗ്, ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കേണ്ട, നീതി ആയോഗിൻ്റെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഗവൺമെൻറ് നടത്തി ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ നേട്ടങ്ങൾ ഇപ്പോൾ നമ്മൾ വികസനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും വികസനം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? മനുഷ്യൻ്റെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പുരോഗതി. ഇപ്പോൾ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ഒരു കീറപ്പായിൽ കിടന്നിരുന്നവർ, കിടക്കാൻ കിടപ്പാടമില്ലാതിരുന്നത്, പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ സൗകര്യമില്ലാതിരുന്നതിന്, ദാഹജലമില്ലാതിരുന്നവന് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ 77-ാം വാർഷികം പിന്നിടുമ്പോൾ ഇപ്പോൾ ഇതാ സ്വന്തമായി കയറിക്കിടക്കാൻ വീട്, കുടിക്കാൻ ദാഹജലം, ധരിക്കാൻ വസ്ത്രം, ഇങ്ങനെ സഞ്ചാരയോഗ്യമായ പാത, എല്ലാ അർത്ഥത്തിലും അവരെ ജീവിതത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്ലാനിങ്ങോടുകൂടി നീങ്ങുന്നതിൻ്റെ ഫലമാണ് വിശിഷ്യ ഇപ്പോൾ ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ആ മേഖലയിൽ എടുക്കുന്ന പൊതുവായ സമീപനം. അതിൻ്റെ ഏറ്റവും നല്ല നിദർശനമാണ് എടമലക്കുടി പോയാൽ കാണാൻ കഴിയുന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ള കേരളത്തിലെ പഞ്ചായത്താണ്. ആ എടമലക്കുടിയിൽ ഉൾപ്പെടെ ഇന്ന് വൈദ്യുതി എത്തിയിരിക്കുന്നു, വൈദ്യസഹായം എത്തിയിരിക്കുന്നു, വെള്ളം എത്തിയിരിക്കുന്നു, വഴി എത്തിയിരിക്കുന്നു. എന്തിനേറെ ആ സ്ഥലത്തുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ അവാർഡ് ടൂറിസത്തിൻ്റെ വന്നിരിക്കുന്നതും ആ താലൂക്കിൽ തന്നെയാണ്. അപ്പോൾ ആദിവാസികൾ ഉൾപ്പെടെയുള്ള, അപ്പോൾ എത്ര കണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പല രൂപത്തിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൻ്റെ തനതായ പദ്ധതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദിവാസി മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള അനവധി പ്രോജക്റ്റുകളുടെ ഫലമാണ് ഇനി ഇത്തരത്തിൽ ശിശുമരണ നിരക്ക് കുറഞ്ഞു വന്നത്. ഇപ്പോൾ ആദിവാസികളുടെ ഉൾപ്പെടെയല്ലേ കണക്ക് കൂട്ടുന്നത്. മുമ്പ് ആദിവാസി കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നു എന്ന വാർത്ത കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ വികസിത മുതലാളിത്ത നാടുകളോടൊപ്പം ശിശുമരണ നിരക്ക് വന്നിരിക്കുന്നു. 1000 കുട്ടികൾ പിറന്നാൽ അമേരിക്കയിൽ 6 കുട്ടികളെ മരിക്കുകയുള്ളൂ, കേരളത്തിൽ 5 കുട്ടികളെ മരിക്കുകയുള്ളൂ. നമ്മളെവിടെ എത്തി? ആ കണക്കുകൾ കൃത്യമായി കാണണ്ടേ? അതേപോലെ തന്നെ നമ്മൾ വീണ്ടും കണക്ക് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം, സ്ത്രീകളുടെ ആയുർദൈർഘ്യം, മാതൃമരണ നിരക്ക് ഇതൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയിൽ 75 ഈ മാതൃമരണ നിരക്കെങ്കിൽ 26 കേരളം. പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എടുക്കുമ്പോൾ അഖിലേന്ത്യാ ശരാശരി 68, നമ്മൾ 72.1. സ്ത്രീകളുടെ ആയുർദൈർഘ്യം അഖിലേന്ത്യാ ശരാശരി 69, നമ്മൾ 78.1 ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എല്ലാ മേഖലയും ഒരുപോലെ തന്നെ കണ്ട് ഈ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നടപ്പാക്കിയുള്ള പദ്ധതികളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കയറിക്കിടക്കാൻ കിടപ്പാടം, ധരിക്കാൻ വസ്ത്രം, കുടിക്കാൻ വെള്ളം, കഴിക്കാൻ അന്നം, ഇങ്ങനെ കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള വീക്ഷണമാണ് ഈ ഗവൺമെൻറ്. അങ്ങനെ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും നാടിൻ്റെ വികസനം അർത്ഥപൂർണ്ണമാകുന്നു. റോഡും തോടും കാലവും കലുങ്കും ഒക്കെ വരുന്നതുകൊണ്ട് അതൊക്കെ പശ്ചാത്തല വികസനമാവുന്നുള്ളൂ. മറിച്ച് മനുഷ്യജീവിതത്തിൽ വരുന്ന ഈ വലിയ രൂപത്തിലുള്ള പുരോഗതിയാണ് അടിസ്ഥാനപരമായ പുരോഗതി. ആ വീക്ഷണത്തിൽ തന്നെ ഈ ഗവൺമെൻറ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. ആദിവാസി മേഖലയിൽ വികസനമില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ്.
കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അത് പ്രതിപാദിക്കാൻ കഴിയും. ഇപ്പം മന്ത്രി വാസവനോട് തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്തൊരു കവിത വന്നു, തോട്ടി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഉള്ളിക്കാടിൻ്റെ ഒരു കവിത തോട്ടി എന്ന് പറഞ്ഞൊരു ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടെ നിന്ന ഒരുപാട് ആളുകൾ അവരിപ്പോഴും തോട്ടികളായി തന്നെ കൊച്ചിയിലടക്കമുള്ള പ്രദേശങ്ങളിൽ തുടരുന്നു എന്നുള്ള ഒരു അതുണ്ടോ? ഇപ്പം ബാലഗോപാൽ പറഞ്ഞതുപോലെ ഇപ്പോൾ റോബോട്ടിക്സ് അതുപോലുള്ള സംഭവങ്ങൾ തെങ്ങ് കയറാനൊക്കെ പറ്റുന്ന ആ രീതിയിലുള്ള റോബോട്ടിക്സ് ഇതിൽ അടക്കം തോട്ടിപ്പണിക്കടക്കം ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ തോട്ടി എന്ന് പറയുന്ന കഥ എഴുതാൻ വേണ്ടി കേശവദേവ് മുന്നോട്ട് വന്നിരുന്നു. ആ കാലത്തുനിന്ന് കേരളം മാറി എത്രയോ മുന്നോട്ട് പോയി. മനുഷ്യവിസർജ്യം മനുഷ്യൻ ചുമക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി അതിനെ മറ്റു രൂപത്തിൽ സംസ്കരിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ച് ഇന്ന് അത്തരത്തിലുള്ള സംവിധാനമേ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും അത് അല്ലാത്ത രൂപത്തിൽ എഴുതുന്നെങ്കിൽ അത് അതിശയോക്തിപരമാണ്, ആലങ്കാരികമാണ്, അടിസ്ഥാനരഹിതമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നോവേറ്റീവായ ഐഡിയ കുട്ടികൾ മുന്നോട്ട് വെച്ചത് എനിക്കിവിടെ പറയാനുണ്ട്. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ മാൻഹോൾ എന്ന് പറയുന്ന ഒരു സിനിമയെ പരാമർശിച്ച് സംസാരിച്ചിരുന്നു. മാൻഹോൾ വിധു വിൻസെൻറ്റിൻ്റെ സിനിമയാണ്. മാൻഹോളിൽ ഇറങ്ങി അത് ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോൾ ആ വാതകങ്ങൾ ശ്വസിച്ച് ആളുകൾ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കുറച്ച് യങ്സ്റ്റേഴ്സ് ബാൻഡിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി, എൻജിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ അതിന് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെ വലിയ ഡിമാൻഡുള്ള ഒരു റോബോട്ടായിട്ട് അത് മാറി. അപ്പോൾ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നോളജ് ഇക്കോണമി, നോളജ് സൊസൈറ്റി എന്നുള്ളതിലേക്കുള്ള പ്രയാണം കേരളം ആത്മവിശ്വാസത്തോടെ നടത്തുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ജെൻ റോബോട്ടിക്സ് എന്ന സംരംഭകരുടെ ഈ ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന റോബോട്ട്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ തോട്ടിപ്പണി ചെയ്യുന്നവരൊന്നും ഇപ്പോൾ ആ നിലയിൽ പഴയ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇല്ല. മാത്രമല്ല മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല അന്തസ്സും മാന്യതയും നൽകണം എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ മാറ്റം അതിലൊക്കെ വന്നിട്ടുണ്ട്. ഈ കമ്പനി ഇത് പൈപ്പ് ലൈനിനകത്തൊരു സംഭവം കോഴിക്കോടുണ്ടായല്ലോ, ഒരു ചെറുപ്പക്കാരൻ മരിച്ച മാൻഹോളിൽ. അപ്പോൾ ഈ അന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ട് ഈ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി അന്ന് ഈ കുട്ടികൾ ഇങ്ങനെ ഐഡിയ ഉണ്ടാക്കി ഇന്നിപ്പോൾ ഒരു നല്ല സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർക്ക് ഇന്ത്യക്കകത്തും വിദേശത്തും അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് ഈ കുട്ടികളുടെ ആശയങ്ങൾ അത് എഡ്യൂക്കേഷനും നോളജുമായി ബന്ധപ്പെട്ടാണ് അവർ നല്ലൊരു ഇടത്തരം കമ്പനിയായിട്ട് വളർന്നു വരുന്നതിൻ്റെ പാതയിലാണ്. ഇത് എന്ത് തന്നെയായാലും കേരളത്തിൽ ഇതില്ലെങ്കിലും ഡൽഹി അടക്കമുള്ള അല്ലെങ്കിൽ ബോംബെ അടക്കമുള്ള നഗരങ്ങളിൽ ഇതിപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഈ അവസാനമായി ഈ 4 പേരിൽ നിന്നും ചുരുക്ക വാചകങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഭാവി, ഒരു വികസനത്തിൻ്റെ ഭാവി എന്നതിനെ പറ്റി ചോദിക്കുക. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഇൻഡിസസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നുള്ളത് എത്രയോ കാലമായി നമ്മുടെ 1956 മുമ്പ് തന്നെ സംസാരിക്കാൻ തുടങ്ങിയ 56 ശേഷം അത് വളരെയധികം ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം കേരളത്തിലെ ആദ്യത്തെ EMSൻ്റെ മന്ത്രിസഭ വന്നു, പിന്നെ രണ്ടാമത്തെ 67 മുതൽ 69 വന്നു. അതിനുശേഷമുള്ള നമ്മുടെ എല്ലാ മന്ത്രിസഭകൾ വന്നപ്പോഴൊക്കെ വളരെയധികം നേട്ടം കൈവരിച്ച ഈ കേരളം ചിലരുടെയെങ്കിലും അഭിപ്രായത്തിൽ ഒരു സിംഗപ്പൂറോ അല്ലെങ്കിൽ ഒരു സൗത്ത് കൊറിയയോ പോലുള്ള ഒരു പ്രത്യേക ഒരു പ്രദേശമായി മാറേണ്ട ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടിൽ എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാവി, അതിനുവേണ്ടി ചെയ്യേണ്ട ത്വരിത രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു വികസിത നവകേരളം എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അതായത് നേരത്തെ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ കേരളം അവതരിപ്പിച്ചിട്ടുള്ള ആ തിളക്കമാർന്ന മാതൃക തന്നെയാണ് കേരള വികസന മാതൃക. അതിൻ്റെ കുടക്കീഴിലേക്ക് ഇനിയും കടന്നു വരാതെ അരികുവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരണം.
അതുപോലെ നോളജ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഗുണപരമായ പരിവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നോളജ് സൊസൈറ്റി ആയിട്ട് കേരളം മാറണം എന്നുള്ളതാണ്. അത് വളരെ ബ്രൈറ്റായിട്ടുള്ള സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, ആദ്യത്തെ ടെക്നോ പാർക്ക്, ആദ്യത്തെ IT പാർക്ക് കേരളത്തിലാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ ആരംഭിച്ചു. ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയും ഡിജിറ്റൽ സയൻസ് പാർക്കും കേരളത്തിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും വളരെ ശുഭകരമായിട്ടുള്ള പ്രതീക്ഷകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനെ ആദിവാസിയുടെ പറഞ്ഞപ്പോൾ ആദിവാസിയുടെ എല്ലാ ഇവിടെയും ലൈറ്റ് എത്തിക്കാനുള്ള തീരുമാനം എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകണം. പറമ്പിക്കുളത്ത് വരെ ലൈറ്റിൽ അതിന് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആദിവാസികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ അവർക്ക് സോളാർ വെച്ച് കൊടുത്താൽ അവർക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻകം കിട്ടുന്ന രീതിയിൽ. അതേപോലെ എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഈ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് വിദേശ നാണ്യം കിട്ടുന്ന ഒരുപാട് സാധനമുണ്ട്, നാണ്യവിളകൾ. അതിൻ്റെ ഉൽപ്പാദനത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകും. അത് ഈ പ്രിസിഷൻ ഫാമിംഗ് പോലുള്ള 200% ഈൽഡിലുള്ള വർധനവ് വരിക. അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട ഒരു സ്ഥിതിയാണ്, ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരോട് നിങ്ങൾക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കൊക്കെയാണ്? കൈപൊക്കുക, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക. എൻ്റെ പേര് റഷീദ് ആനപ്പുറം. ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. എനിക്ക് വിദ്യുച്ഛക്തി മന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മളെ പുതിയ വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പം അതിരപ്പള്ളി പദ്ധതിയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. പക്ഷേ കേരളത്തിലൊരു 15 വർഷം മുമ്പേ ചൈനീസ് സഹായത്തോടുള്ള ഒട്ടേറെ ചെറുകിട ജലവൈദ്യുതി പദ്ധതികളെക്കുറിച്ചുള്ള പദ്ധതികൾ വൈദ്യുതി വകുപ്പ് തയ്യാറാക്കിയിരുന്നു. ഉറുമിയിലും അതേപോലെ തന്നെ എനിക്കൊന്ന് പാലക്കാട് മീൻവല്ലാണെന്ന് തോന്നുന്നു. മീൻവല്ലത്തൊക്കെ നിലമ്പൂരിലൊക്കെ അത് ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ ഈ ചൈനീസ് സഹായത്തോടുള്ള ചെറുകിട വൈദ്യുതി പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ അജണ്ടയിലുണ്ടോ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ആലോചന ഉണ്ടോ? അല്ല, 147 പദ്ധതികൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളിപ്പോൾ വന്നിട്ടുണ്ട്. കുറേ ജില്ലാ പഞ്ചായത്തിന്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ഇപ്പോൾ ഇടുക്കിയിലൊരു പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ 450 മെഗാവാട്ടിൻ്റെ പദ്ധതികൾ ഈ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് വന്ന ശേഷം തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ധാരാളം സാധ്യതയുണ്ട്. ഇടുക്കിയിലെ 2ാം ഘട്ടം, പമ്പ്ഡ് സ്റ്റോറേജ്, ലക്ഷ്മി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ബോർഡിൻ്റെ പരിഗണനയിലാണ്. അടിയന്തരം അതിൻ്റെ DPR ഉണ്ടാക്കാനുള്ള സ്റ്റേജിലാണ്. അതേപോലെ പമ്പ്ഡ് സ്റ്റോറേജും നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഈ കുടിശ്ശിക നിവാരണത്തിന് മന്ത്രി ഒരു വൻ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ഇത്തവണ അത് തുടരുമെന്നുള്ളത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളീ നോട്ട് നിരോധനം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോവിഡ്, പ്രളയം, ഇങ്ങനെ കേരളത്തിലെ മൊത്തം ഈ സഹകരണ ബാങ്കുകളും മറ്റു ബാങ്കിൽ നിന്ന് ഉള്ളവർക്ക്, ലോൺ എടുത്തവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കുടിശ്ശികകൾ പലർക്കുമായിട്ടുണ്ട്. എനിക്കുമുണ്ട്, എനിക്ക് അറിയുന്ന ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതൊന്ന് എത്രയും സുഗമമായ രീതിയിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു സൗകര്യവും അതിനുള്ളൊരു ആനുകൂല്യവും നൽകിയിട്ട് കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇക്കൊല്ലം തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൺ ടൈം സെറ്റിൽമെൻറ്റ് പൂർണ്ണമായി പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിൻ്റെ 50% ഒഴിവാക്കി ഗുരുതരമായ രോഗം ബാധിച്ചവരോ അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്നവരോ ഉണ്ടെങ്കിൽ ആ ബോർഡ് തീരുമാനിക്കുന്ന എത്ര ഇൻട്രസ്റ്റ് ഒഴിവാക്കണോ അത്ര ഒഴിവാക്കാനുള്ള അധികാരത്തോടുള്ള ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞു എന്ന് അങ്ങേ വിനയപൂർവ്വം അറിയിക്കുകയാണ്. ചേക്കു കരിപ്പൂർ എന്നാണ്. ഞാൻ കൊണ്ടോട്ടിയാണ്. ഞാൻ ഒരു പത്ര ഏജൻ്റാണ്. സർ, നേരത്തെ കേരള നിയമസഭയിൽ അങ്ങ് ഞങ്ങൾക്ക് പലിശരഹിത വണ്ടി തരുമെന്ന് പറഞ്ഞിരുന്നു, സ്കൂട്ടി. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പലവട്ടം അങ്ങയുടെ ഓഫീസിൽ ഇതുമായി നിവേദനവുമായി വന്നിരുന്നു ഞാൻ. അതുപോലെ ആരോടാണ് ചോദ്യം? ബാലഗോപാൽ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ പത്രവായന ഉൾപ്പെടുത്തും എന്നും പറഞ്ഞിരുന്നു. അത് രണ്ടും നടക്കുമോ എന്നറിയാനൊരാഗ്രഹമുണ്ട്. എന്നാൽ ഈ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും അത് നോക്കേണ്ടി വരും. രണ്ടാമത് പറഞ്ഞത് പത്രവായന ഇതിൻ്റെ ഭാഗമാക്കണമെന്നുള്ളതുകൊണ്ട് സ്കൂളുകളിൽ ഇപ്പോൾ പത്രം സാധാരണ എല്ലാ സ്കൂളിലും പല പത്രങ്ങളുടെ ഇതുണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടികളിൽ അത് കാണും. നമുക്കത്
സജീവമാക്കാൻ വേണ്ടിയിട്ട് അവരോടും കൂടി സംസാരിക്കുക. നമസ്കാരം, എൻ്റെ പേര് അരുൺ, കരുനാഗപ്പള്ളി നിന്നാണ്. മന്ത്രി ആർ ബിന്ദുവിനോടാണ്. നമ്മുടെ സർവകലാശാല പലതും NIRF റാങ്കിൽ വളരെ മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ കണ്ടുവരുന്നൊരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി തലങ്ങളിൽ പോലും കുട്ടികൾ വളരെ കുറവാണ്. അതിപ്പോൾ എയ്ഡഡ് കോളേജ് ആയാലും നമ്മുടെ സർക്കാർ കോളേജുകളായാലും എല്ലാത്തിലും കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ട് കാലത്ത് നമുക്ക് PG അല്ലെങ്കിൽ PhDക്കാണ് പുറത്തോട്ട് കുട്ടികൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൊഴിഞ്ഞുപോക്ക് നമുക്കിപ്പോൾ ഡിഗ്രി തലത്തിലേ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പിടിച്ചു നിർത്താൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങേണ്ടതല്ലേ എന്നുള്ളൊരു ആശങ്കയിൽ ചോദിച്ചതാണ്. നമുക്ക് ഒരു വർഷം 3.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ 1ാം വർഷ ഡിഗ്രിക്ക് ചേരുന്നുണ്ട്. 35,000 വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പോകുന്നത് പല കോഴ്സുകൾക്കായിട്ട്. എല്ലാ വർഷത്തെയും കുട്ടികൾ UG PG കൂട്ടിയാൽ 13.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും വിദേശത്തേക്ക് പോകുന്നില്ല. വിദേശത്തേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് അതിർത്തി രേഖകളൊക്കെ അപ്രസക്തമായിരിക്കുകയാണ്. പോക്കുവരവൊക്കെ ഏറ്റവും എളുപ്പത്തിലാകും. അവിടങ്ങളിലെ ജീവിത നിലവാരം കേമമാണ് എന്ന് ഇൻ്റർനെറ്റിലൂടെ കാഴ്ചകൾ കണ്ട് കുട്ടികൾക്ക് തോന്നും. അതുപോലെ അവിടെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോകണം എന്നുള്ള കുട്ടികളുടെ ആഗ്രഹം വർദ്ധിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. പിന്നെ പിയർ പ്രഷർ എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടി പോകുമ്പോൾ അതിൻ്റെ കൂടെ സഹപാഠികൾക്കൊക്കെ പോവാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവണതയും ശക്തിപ്പെടുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ലോണുകളുടെ അവൈലബിലിറ്റി മുൻകാലത്തില്ലാതിരുന്ന ഒരു കാര്യമാണ് അതൊക്കെ. അതുകൊണ്ട് കുട്ടികൾ പോകുന്നുണ്ട്. അത് പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ നമുക്കാവില്ല. 35,000 കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷേ 3.5 ലക്ഷം കുട്ടികൾ ഒരു വർഷം ഇവിടെ ചേരുന്നുണ്ട്. സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം 43,000 സീറ്റുകളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് കോളേജുകളിൽ. അത് യഥാർത്ഥത്തിൽ കോവിഡ് കാലത്തെ ഒരു വാക്യൂം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആ പശ്ചാത്തലത്തിലാണ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം വരുന്നത്. യഥാർത്ഥത്തിൽ അത് ഒഴിഞ്ഞു കിടക്കലല്ല. ഇവിടെ പഠിക്കുന്ന 13.5 ലക്ഷം വിദ്യാർത്ഥികൾ, 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് വരുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടുന്ന ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. അതിനാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നത്. അതിനാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കരിക്കുലം ഫ്രെയിംവർക്ക് ഹയർ എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ സമഗ്രമായ മാറ്റാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത അക്കാദമിക് വർഷം മുതൽ ഉണ്ടാകുന്നത്. ഞാൻ ഇടുക്കി നെടുങ്കണ്ടത്തു നിന്നാണ് വരുന്നത്. എനിക്ക് സഹകരണ മന്ത്രിയോടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ഒരഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുടെ പ്രയത്നം കേരളത്തിൽ തന്നെ നിലനിർത്തുന്നതിന് ആവശ്യമാകുന്ന ഒരു ഇടപെടലുണ്ടാകുമോ? VOC അഗ്രികൾച്ചർ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ വരെ നമ്മുടെ സഹകരണ മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് നിലനിർത്തി കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഹകരണ മേഖല അക്കാര്യത്തിൽ കൂടുതൽ ഇടപെടുമോ? അങ്ങനെ എനിക്ക് 2 മന്ത്രിമാരോടുമായിട്ടുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖല എക്കാലത്തും ശക്തമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഏറ്റവും ദിഷണാശാലികളായ കുട്ടികളൊക്കെ വിദേശത്ത് പോയി വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ കീ പോസ്റ്റിലുള്ളവരായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ CETയുടെ അലുമിനി മീറ്റിലൊന്ന് പങ്കെടുത്താൽ ലോകത്തെ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഫേംസിനെ നയിക്കുന്നവരായിട്ടൊക്കെ അവിടെ പലരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പോക്ക് എന്നുള്ളത് ഇപ്പം ഉണ്ടായിട്ടുള്ളതല്ല. മുൻകാലങ്ങളിൽ ഇവിടെ തന്നെ പഠിച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ പോകുന്നുണ്ടെങ്കിൽ അതിന് പല പല കാരണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ പഠനത്തിനായാലും ജീവിതത്തിനായാലും ഉണ്ട് എന്നുള്ള ചില പ്രതീക്ഷകൾ
അവിടുത്തെ ജീവിത നിലവാരം വർദ്ധിച്ചതാണ് എന്നുള്ള ചില തെറ്റിദ്ധാരണകൾ അങ്ങനെ പലതും അതിന് കാരണമാണ്. മാത്രമല്ല മാതാപിതാക്കളുടെ ഒരു പ്രഷറും, ഒന്നോ രണ്ടോ കുട്ടി ഉണ്ടാകുമ്പോൾ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കണതിൻ്റെ പ്രശ്നം, അങ്ങനെ 100 വിധ കാരണങ്ങൾ കുട്ടികൾ പോണതിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. പക്ഷേ വളരെ നല്ല നിർദ്ദേശമാണ് താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കം. അപ്പോൾ വീണ്ടും സഹകരണ വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത്, എന്നാലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നീക്കം കൂടുതൽ ഇന്നൊവേഷൻ സെൻ്ററുകളും ഇൻക്യുബേഷൻ സെൻ്ററുകളും എല്ലാം ആരംഭിച്ച് നമ്മൾ തൊഴിലന്വേഷകരല്ല തൊഴിൽദായകരായി മാറുന്ന സമീപനമാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഫലമായി സമീപകാല ഭാവിയിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മേഖലയിൽ സഹകരണ രംഗത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 1,09,465 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന തൊഴിലവസരങ്ങൾ 20 പ്രയോജനപ്പെടുത്തി കൊടുക്കും എന്നാണ് പറയാനുള്ളത്.